ഷിജിനെ എപ്പോഴും കണ്ടാലും പൊതുവെ എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവൻ പാർട്സിലെ ക്വാളിറ്റി ചെക്കിൻ്റെ കാര്യം. അതായത് ഇത് കുറച്ചുകൂടി ഒരു പ്രോപ്പറായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ഇത് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം കാരണം സഹിതം എനിക്ക് എന്താ പറയുക കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരൂ, എന്താണ് ഷിജിനെ? അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് പാർട്സ് ഡാമേജ് ആയിരുന്നു. ഒരുപാട് പാർട്സ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് നമ്മൾ ഒരു 70% പാർട്സ് ഡാമേജ് ആയിരുന്നു. മനസ്സിലായി. പഴയ ചേസൊക്കെ പോയി 2013-14 മുതലുള്ള വണ്ടിയാണ്. ഓക്കെ, വണ്ടി വെച്ചേക്കുമായിരുന്നു, കംപ്ലൈൻ്റ് ആയിട്ട് കയറ്റി വെച്ചേക്കായിരുന്നു. നമ്മൾ വീടിനായിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മൾ ചേസ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുതിയ ചേസിലോട്ട് മാറാമെന്ന് ഞാനും കസ്റ്റമറും കൂടെ സംസാരിച്ച് ഡിസിഷൻ എടുത്തു. ആദ്യം നമുക്ക് ആ ചേസ് റിപ്പയർ ചെയ്തെടുക്കുക എന്നൊക്കെ എടുത്ത് പറഞ്ഞിരുന്നുവെങ്കിലും പുള്ളിക്ക് ഒരു ലോങ് ടൈം യൂസിന് ഈ വണ്ടി അതിനടുത്തുള്ള അറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമുക്കൊരു പുതിയ ചേസ് എടുക്കാം. അങ്ങനെ നമ്മൾ മരക്കാരിൽ ഓർഡർ ചെയ്ത് ചേസ് എടുത്തതാണ്. എനിക്ക് സ്പെയർ പാർട്സ് ഷോപ്പില്ല, അടുത്തൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മളെ കടയിലേക്കുള്ള പാർട്സ് എല്ലാം എടുക്കുന്നത്. എല്ലാം നമ്മൾ മരക്കാറിനാണ് എടുക്കുന്നത്, എറണാകുളത്ത്. അവിടുത്തെ ആൾക്കാരോട് വരാറുണ്ട് ഷോപ്പിൽ, ഞാനോട്ട് പരിചയമുണ്ട്. മനസ്സിലായി. അപ്പോൾ നമുക്ക് ചേസ് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ആൾമോസ്റ്റ് ഫ്രണ്ടിലും ബാക്കിയൊക്കെ ഒരുപാട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വന്നപ്പോഴത്തേക്ക് മഡ്ഗാർഡ് ഇടാൻ നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടത് ഈ രണ്ട് പീസ് വരുന്നുണ്ട്. ഇതിൽ ബാക്ക് മഡ്ഗാർഡിന്റെ സ്റ്റേ ഇവിടെയും സീറ്റിന്റെ പിടുത്തം വരണം ഇതിലുമാണ്, ഫ്രണ്ട് സീറ്റിന്റെ. ഇതേപോലെ ഇവിടെ വരണം. പക്ഷെ ഇവിടെ സാധനമില്ല. ഓക്കെ, നമ്മൾ ഫിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത്. അത് പഴയ ചേസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഇതിലിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഓയിലിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് ഓയിലിന്ന് വന്ന രണ്ടാമത്തെ വണ്ടിയാണ്. വണ്ടി ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ അതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു പക്ഷേ ഈ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പം പഴയ ചേസിൽ പീസുണ്ട്, ഇത് ലെയ്ത്ത് കൊണ്ടുപോയിട്ട് ഇതും പഴയ ചേസൂടെ കൊണ്ടുപോയി കട്ട് ചെയ്ത് വെച്ച് വെൽഡ് ചെയ്ത് പിന്നെ പെയിന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കസ്റ്റമറിനപ്പോൾ എക്സ്ട്രാ കാശ്. അത് മാത്രമല്ല നമുക്ക് ഇരട്ടി മെനക്കെടുത്താണ്. രണ്ടാമത്തെ കേസ് ഇതിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ വീഡിയോ ഇടുന്ന കാണിച്ചു കൊടുത്താൽ അവർക്കത് വിശ്വസിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 99% കസ്റ്റമർ വിചാരിക്കും നമ്മൾ വേറെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ വണ്ടി മാറ്റി വെച്ചേക്കുന്നു, അങ്ങനെ വിചാരിക്കും. നമ്മൾ കളിപ്പിക്കണമെന്ന് വിചാരിക്കും. ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. പുതിയ ചേസ് ഒന്നുമില്ലാണ്ട് സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഒരു കാര്യം മനസ്സിലായി, മരയ്ക്കാരെന്നുള്ളതല്ല, റോയൽ എൻഫീൽഡിന്റെ ജെന്യുവൻ പാർട്സുകൾ വരുന്നത് എന്തായാലും ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സാധനമാണിത്. അതെ, അത് മാത്രമല്ല ഈ ചേസിൽ പല സ്ഥലത്തും ഒരുപാട് സ്ക്രാച്ചുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ചേസിൽ നമ്മളെ എഞ്ചിന്റെ സെൻട്രൽ ആക്സിൽ കയറി വരുന്ന മെയിൻ ഫൗണ്ടേഷൻ വരുന്ന ഒരു പീസ് ഉണ്ട്. അത് രണ്ട് സൈഡ് വരും, ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞാണ് ഇരുന്നത്. നമ്മൾ ഒരു 1.5 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ആക്സിൽ കയറ്റിയത് തന്നെ. ഓക്കെ, അപ്പം അത് മാത്രമല്ല നമ്മൾ ലാസ്റ്റ് ഒരു വർക്കലത്തെ ഒരു വണ്ടി നമ്മൾ ഇലക്ട്ര വണ്ടി സ്റ്റാൻഡേർഡിലോട്ട് കസ്റ്റം ചെയ്ത ഒരു വണ്ടി നമ്മൾ കാണിച്ചായിരുന്നു. അതിന് ഇതേപോലെ പുതിയ മഡ്ഗാർഡൊക്കെ മേടിച്ചിട്ട് പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് പലയിടത്തും പെയിന്റ് ഇല്ല, പലയിടത്തും സ്ക്രാച്ച് ക്ലിയർ ഒലിച്ചിറങ്ങിയേക്കുന്നു. ഭയങ്കര പ്രശ്നം. ഞാനും പലപ്പോഴും പണ്ടുണ്ട് ഇത് ഫിനിഷിംഗിലാന്ന് പറയുമ്പോൾ പറഞ്ഞത് പുതിയ പാർട്ടാണെന്നുള്ളത്. അതെ, അങ്ങനെ ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പൊ ഇത് കസ്റ്റമറിന് പറയുമ്പോഴത്തേക്ക് ചിലവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലായി, അല്ലെങ്കിൽ നമ്മളെ കുറ്റക്കാരാക്കത്തേ ഉള്ളൂ. അതായത് വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഞാൻ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, രണ്ടിടത്തും പറഞ്ഞിട്ടില്ല. കൊട്ടിയത്തുനിന്ന് ഒരു വണ്ടി പണിയാൻ കൊണ്ടുവന്നായിരുന്നു, ഒരു ബ്ലൂ വണ്ടി. അതിന്റെ വീട് നമ്മൾ ഇട്ടായിരുന്നു. അതിൽ ബാക്ക് റിം പുതിയതാണ് മേടിച്ചിട്ടത്, ഒറിജിനൽ റിം. ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കാറുള്ളൂ. മനസ്സിലായി. അപ്പൊ ആ റിമ്മിൽ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, ചെറിയ ഒരു ചട്ടല്ല. അപ്പൊ ഇച്ചിരി കോട്ടം അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ കോട്ടം പിടിക്കാൻ കൊടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത്, കോട്ടം പിടിക്കുന്ന ആള് പറഞ്ഞത് ചെറിയൊരു പ്രശ്നമുണ്ട്, കുഴപ്പമില്ല, അത് ഓടിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പുള്ളി വണ്ടി കൊടുത്തു വിട്ടു. പുള്ളി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു സ്ഥലത്തൂടെ കൊടുത്ത് കോട്ടം പിടിച്ച് നോക്കാം, അതിന്റെ കോസ്റ്റ് എത്ര വെച്ചാൽ ഞാൻ തരാം. നമ്മൾ ആദ്യം ഈ കോട്ടം പിടിച്ചെടുത്ത് പോയി. അപ്പൊ അന്ന് മറ്റേ ആള് ലീവായിരുന്നു, എൻ്റെ കൂടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനെ കുഴപ്പമില്ല, ഞാൻ എത്ര ദൂരെ നിന്ന് വന്നേല്ലേ, ഞാനത് അവിടെ ചെയ്തോളാം, ഞാൻ കാണിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന്റെ കോസ്റ്റ് എത്ര എന്ന് പറഞ്ഞാൽ ഞാൻ തരാന്ന് പറഞ്ഞു. അതെന്റെ മര്യാദ. മനസ്സിലായി. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് ഇവിടെ വെച്ചൊരു വർത്താനം പറഞ്ഞു, അത് എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വിഷമമായ കാര്യമാണ്. പുള്ളി ഇവിടെ നിന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, കൊല്ലത്ത് ചില ഷോപ്പിലൊക്കെ ഡാമേജ് ആയ പാർട്സ് വില കുറച്ച് കൊടുക്കും. പുള്ളി അത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയണത്. അങ്ങനെ ഒരു പരിപാടിയില്ല, ഇവിടെ കിടക്കുന്ന ബോക്സുകളെല്ലാം നോക്കിയാൽ അറിയാം. അപ്പം അത് പുള്ളിയുടെ കുറ്റമല്ല. ഇതേപോലെ വരുമ്പോഴത്തേക്ക് വർക്ക്ഷോപ്പുകാരെ കുറ്റം പറയത്തുള്ളൂ. പുള്ളി നല്ല ആരാണെങ്കിലും അങ്ങനെ ചിന്തിക്കൂ, അത്രേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് ക്വാളിറ്റി ചെക്ക് ഇല്ലാത്തതുകൊണ്ടാണ് വിഷയം വന്നത്. എന്തായാലും ആ ഒരു എന്താ പറയാ, ആ സ്പെയർ പാർട്സ് വാങ്ങിച്ച ബില്ലുണ്ടല്ലോ, ഉണ്ട്, അത് കയ്യിലുണ്ടല്ലോ. അപ്പൊ ഇനി മരയ്ക്കാരൻ എന്തായാലും കള്ളം പറയാൻ പറ്റത്തില്ല, നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചെന്നുള്ളത്. ഡയറക്റ്റ് ആ ഒരു മരയ്ക്കാരൻ എവിടെ നിന്നാണ് ഓർഡർ ചെയ്തത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മേടിച്ചത്. നമ്മളെ അടുത്തൊരു സ്പെയർ പാർട്സ് ഉണ്ട്, അവിടെ നിന്ന് എനിക്കൊന്നൊരു 7-8 കൊല്ലമായിട്ട് മരക്കാരെന്നാണ് പാർട്സ് എടുക്കുന്നത്. അവർക്ക് നല്ലോണം അറിയുകയും ചെയ്യും, വേറെ ഒന്നും എടുക്കത്തില്ല, ഉറപ്പാണ്. അവിടെ നിന്ന് തന്നെ എടുത്ത റിമ്മാണ്.
ഒരു മാറ്റവും ഇല്ല. നമുക്ക് അറിയാമല്ലോ ഏത് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സ്പെയർ പാർട്സ് കടക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇവിടെ നിന്ന് തരുന്ന സാധനം തരാൻ പറ്റത്തുള്ളൂ. എന്നെ മാത്രമല്ല, പല മെക്കാനിക്കുകൾക്കും ഇതൊക്കെ അനുഭവം ഉള്ളതാണ്. പിന്നെ ആരും ഒന്നും പുറത്ത് വരത്തില്ല, കാരണം നമ്മൾ ഡെയിലി ഇതൊക്കെ പല കാര്യങ്ങൾ കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇതേപോലെ ജെന്യുവൻ പാർട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ടൊരു ക്വാളിറ്റി ചെക്ക് നടത്തി കഴിഞ്ഞാൽ ഇതൊക്കെ ആ ഒരു ഇഷ്യൂ പരിഹരിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രശ്നം, ഐ മീൻ മരയ്ക്കാരന് പ്രശ്നം ഉണ്ടാവത്തില്ല. ഇതേപോലെ വർക്ക്ഷോപ്പുകാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. കസ്റ്റമർ എപ്പോഴും ആക്സസ് ഉള്ളത് വർക്ക്ഷോപ്പിലാണ്, ഡയറക്റ്റ് വർക്ക്ഷോപ്പിലാണ്. സോ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് നല്ലൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴും പുതിയ ജനറേഷനിലുള്ള ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. സോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ അല്ലേ കുറേ കാലം നമുക്ക് പോകും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഏതാണ്ട് ഒരു 1.5 വർഷം മുന്നേ വരെ കുഴപ്പമില്ലായിരുന്നു, പക്കയായിരുന്നു. ഇതിന് മാത്രമല്ല, പ്രത്യേകിച്ച് പഴയ മോഡൽ ബുള്ളറ്റിന്റെ കാർബറേറ്റർ ഒക്കെ വരുന്നത് ചിലതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സിങ്, ഓവർഫ്ലോ, പിന്നെ എത്ര ചെയ്താലും കാർബറേറ്റർ ട്യൂണിങ് കറക്റ്റ് ആവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചില ബ്രാക്ക് ഷൂ കുറച്ച് ഓടി കഴിയുമ്പോൾ ബ്രാക്ക് ഷൂ നോയ്സ് ആവും. കസ്റ്റമർ വന്നിട്ട് പറയും സൗണ്ട് കാരണം കൊണ്ടുവന്നതാണ്, അപ്പോൾ തീരാറായതുകൊണ്ട് പുതിയ മേടിച്ചിരും. ഇപ്പോൾ പുതിയത് മേടിച്ചിട്ടല്ലേ ഉള്ളൂ, എന്തുകൊണ്ട് വീണ്ടും സൗണ്ടായി, നമ്മളെന്ത് ചെയ്യാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങളെ എല്ലാവരും അറിയിക്കണമെന്നുണ്ടായിരുന്നു, അത്ര മാത്രമാണ്, അല്ലാണ്ട് ഇതിൽ വേറൊരു ഉദ്ദേശവും ഇല്ല. അപ്പോൾ ക്വാളിറ്റി ചെക്കൊക്കെ കുറച്ച് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം, അതുവരേക്കും ബൈ ബൈ.